അതിപ്പോൾ അവർ മാറ്റി സിംഗിൾ ഓവർഹെഡ് ക്രാങ്ക് ഷാഫ്റ്റ് എന്നുള്ള രീതിയിലാണ് ക്രൂയിസർ ബൈക്കിൻ്റെ ഒരു രൂപം തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖം ശരിക്കും റോയൽ എൻഫീൽഡിൻ്റെ വാഹനം ഓടിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ഷോർട്ടാണ്, നമുക്ക് സാധാരണ സ്ട്രീറ്റ് ബൈക്കിലൊക്കെ ടക്ക് 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 എന്ന് പറഞ്ഞ ഗിയർ മാറ്റി പോകാവുന്ന രീതിയിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ നമുക്കറിയാം. വാഹനപ്രേമികൾക്കിടയിൽ എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുള്ള വാഹനങ്ങളാണ് റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ. പണ്ട് ബുള്ളറ്റ് എന്നുള്ള പേരിൽ ആ ഒരു പ്രത്യേക ശബ്ദത്തോടെ പ്രത്യേക ഗാംഭീര്യത്തോടെ കാണുമ്പോൾ തന്നെ നല്ല കനവും അതുപോലെ തന്നെ ആ വരുമ്പോഴുള്ള ആ ഒരു റോഡ് പ്രസൻസും ഒക്കെ ഒരുപാടുള്ള ഒരു വാഹനമായിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ വാഹനം. ലെഫ്റ്റ് സൈഡിൽ ബ്രേക്കും റൈറ്റ് സൈഡിൽ ഗിയറും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളായിരുന്നു റോയൽ എൻഫീൽഡിൻ്റെത്. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് പ്രകാരം പല മാറ്റങ്ങൾ വരുത്തി. അതായത് സാധാരണ ബാക്കിയുള്ള ബൈക്കുകളെ പോലെ തന്നെ റൈറ്റ് സൈഡിൽ ബ്രേക്കും ലെഫ്റ്റ് സൈഡിൽ ഗിയറിലും അവർ കൊണ്ടുവന്നു. അങ്ങനെ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് BS6 വന്നപ്പോൾ BS6 ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന ഒരു കമ്പനി കൂടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ. 2018 ഇപ്പോൾ ഒരു വൻ കുതിച്ചുചാട്ടം ഉണ്ടായത്. അതായത് അവരുടെ 2 650 സീരീസിൽ വന്ന 2 വാഹനങ്ങൾ, അതായത് ഇൻ്റർസെപ്റ്റർ 650യും അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ GTയും 2 വാഹനങ്ങൾ വളരെ വെറൈറ്റി ആയിട്ട്, അതായത് അത്രയും കാലം റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ കണ്ട ആ ഒരു ശൈലിയിലേ അല്ലാത്ത 2 വാഹനങ്ങളാണ് റോയൽ എൻഫീൽഡ് ഇറക്കിയത്. ഇപ്പോൾ വീണ്ടും പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, പുതിയ എൻജിന്, പുതിയ ഷാസി എല്ലാം കൂടി ആയിട്ടൊരു പുത്തൻ ആയിട്ട് പുതുതായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത, അതായത് ശരിക്കും ഇത് പഴയ തണ്ടർബേർഡ് എന്ന് പറയുന്ന റോയൽ എൻഫീൽഡിൻ്റെ സീരീസിന് മാറ്റം വെച്ചുകൊണ്ടാണ്, പകരമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പുതിയ വാഹനമാണ് റോയൽ എൻഫീൽഡ് കൊണ്ടിരിക്കുന്നത്. മെറ്റിയോർ 350. നമ്മൾ ഈ വാഹനമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വെറൈറ്റി വീഡിയോസും നിങ്ങൾക്ക് മിസ്സാകാതെ കാണാനും കഴിയും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ പേജ് ഫോളോ ചെയ്യാം. .350 സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ വാഹനമാണ് ഹോണ്ടയുടെ CB350 അല്ലെങ്കിൽ ഹോണ്ട ഹൈനാസ് എന്ന വാഹനം. ആ വാഹനം ഈ വാഹനം തമ്മിൽ ഒരുപാട് പേര് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശരിക്കും ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല. കാരണം രണ്ട് സെഗ്മെൻറ്റിലുള്ള വാഹനമാണ്. മറ്റേത് ക്ലാസിക് ആ ഒരു സ്ട്രീറ്റ് ബൈക്ക് സെഗ്മെൻ്റ് ആണെങ്കിൽ ഇത് ശരിക്കും ഒരു ക്രൂയിസ് സെഗ്മെൻറ്റാണ്. അത് നമുക്ക് ആദ്യമേ ഈ വാഹനത്തിൽ കയറി അത് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ കൂടെ ഒരു സിമിലാരിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും 350 cc അകത്ത് വരുന്ന എഞ്ചിനുകൾ മാത്രം വന്നുള്ളൂ. റൈഡബിലിറ്റി എല്ലാം ശരിക്കും ടോട്ടലി ഡിഫറെൻ്റ്. 3 വേരിയൻറ്റുകളിലായിട്ടാണ് മെറ്റിയോർ 350 വരുന്നത്. അതിൽ ഫസ്റ്റ് വേരിയൻറ്റ് ഫയർബോൾ എന്ന ബേസ് വേരിയൻറ്റും, സ്റ്റെല്ലാർ എന്ന മിഡ് വേരിയൻറ്റും, പിന്നെ സൂപ്പർ നോവ എന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റും. ഇത് സൂപ്പർ നോവ എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീറ്റിൻ്റെ ആ ബാക്ക് റെസ്റ്റും അതുപോലെ തന്നെ ഇവിടെ ശരിക്കും ഒരു വിൻഷീൽഡ് വരേണ്ടതാണ്, ഇതിൽ വെച്ചിട്ടില്ല എന്താണെന്ന് അറിയില്ല. ബാക്ക് റെസ്റ്റ് വേണ്ട എന്നുള്ള വാഹനമാണെങ്കിൽ നമുക്ക് ആ ബേസ് വേരിയൻ്റായ ഫയർ ബോളിൽ ശരിക്കും പഴയ ഇതൊരു മുന്നേ ഇതൊരു തണ്ടർബേർഡ് എന്ന് പറഞ്ഞ ആ ഒരു സീരീസിൽ വരുന്ന വാഹനമായിരുന്നു. ഇപ്പോഴാണ് ഇത് മെറ്റിയോർ എന്ന് പറഞ്ഞ വാഹനമായിട്ട് ഇവർ ഇറക്കിയത്. അപ്പോൾ പഴയ തണ്ടർബേർഡിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് ശരിക്കും ഇപ്പോൾ ആ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഫയർ ബോൾ ഉള്ളത്. ഈ ഒരു രൂപത്തിൽ വാഹനം താല്പര്യമില്ല, പഴയ തണ്ടർബേർഡിൻ്റെ അതേ രൂപത്തിൽ തന്നെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ആ ഒരു വേരിയൻ്റ് എടുക്കാവുന്നതാണ്, ആ ബേസ് വേരിയൻ്റ്. അപ്പോൾ ശരിക്കും പക്ക പഴയ തണ്ടർബേർഡിൻ്റെ അതേ ലുക്ക് തന്നെയാണുള്ളത്. ശരിക്കും ഇപ്പോൾ ഇത് മെറ്റിയോർ എന്നുള്ള പേരൊക്കെ ഇട്ട് പഴയ തണ്ടർബേർഡിൽ നിന്ന് ഇപ്പോൾ ഇതിലേക്ക് മാറ്റം വരുത്തിയാലും പണ്ട് ശരിക്കും ഈ ഒരു പേര് തന്നെ ആയിരുന്നു ഈ വാഹനത്തിനുണ്ടായിരുന്നത്. പിന്നെ ആണ് തണ്ടർബേർഡ് എന്നുള്ള പേര് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ എന്തോ അവരുടെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്തോ അവർക്കൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് അവരുടെ പേര് വീണ്ടും പഴയ പേരിലേക്ക് കൊണ്ടുവന്നത്. തണ്ടർബേർഡ് എന്ന് പറഞ്ഞ പേര് അവർക്കത് വയ്ക്കാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ ബോഡിയുടെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ക്രൂയിസർ ബൈക്കിൻ്റെ ഒരു രൂപം തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ സീറ്റിംഗ് ആണെങ്കിലും, സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും, അതുപോലെ തന്നെ റൈഡബിലിറ്റി ആണെങ്കിലും. ഇതിൻ്റെ ഗിയർ പെഡൽസ് കുറച്ച് മുന്നോട്ടാണ്. നമ്മുടെ ഈ ക്രൂയിസർ ബൈക്കിൽ നമ്മുടെ അതിൻ്റെ സോഫയിലൊക്കെ നല്ല റിലാക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു പൊസിഷൻ കിട്ടുന്ന പോലത്തെ പൊസിഷൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നോട്ടാണ് ബ്രേക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയറിൻ്റെ ലിവറും കൊടുത്തിരിക്കുന്നത്, ഗിയറിൻ്റെ പെഡലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷേപ്പിൽ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടാങ്കിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. പൊതുവേ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വാഹനങ്ങളും വലിയ ടാങ്ക് ആയിരിക്കും. അതിപ്പോൾ ഇൻ്റർസെപ്റ്ററും 650 അതുപോലെ കോണ്ടിനെൻ്റൽ GT
ആ സെഗ്മെൻറ്റിൽ വന്ന വണ്ടിയിലും സാധാരണത്തെ കുറച്ച് നമ്മുടെ സ്ട്രീറ്റ് ബൈക്ക് ഉള്ള പോലെ തന്നെ ടാങ്ക് ആയിരുന്നു. അപ്പോൾ ഇതൊരു ക്രൂസർ ബൈക്കാണെങ്കിൽ പോലും വലിയ ടാങ്ക് ഇല്ല. ക്ലാസിക് ബൈക്കിനെയൊക്കെ ഇവർ പൊതുവേ കൊണ്ടുവരുന്ന അത്ര വലിയ ടാങ്ക് അല്ല, ചെറിയ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ലിറ്റർ കപ്പാസിറ്റിയും കുറച്ച് കുറവാണ്. സാധാരണ റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ കണ്ടുവരുന്ന രീതിയിലുള്ള റൗണ്ടായിട്ടുള്ള ഹെഡ്ലൈറ്റിന് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവിടെ ഒരു ചെറിയ LED സ്ട്രിപ്പ് പോലത്തെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നോർമൽ, വളരെ ക്ലാസിക് ആയിട്ടുള്ള ഫീലിംഗ് തരുന്നത് തന്നെയാണ്. ഫ്രണ്ടിലെ ലുക്കും വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. അതും ക്രൂസർ സ്റ്റൈലാകുമ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ കുറച്ച് താഴ്ന്നായിരിക്കുക, നമ്മുടെ ഹാൻഡിൽ കുറച്ച് മുകളിലേക്കാറ്. അപ്പോൾ നോർമലായിട്ട് വരുന്നൊരു ക്രൂസറിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ്സിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പുറകോട്ട് വരികയാണെങ്കിൽ ഈ ഒരു മഡ് ഗാർഡിൻ്റെ പീസ് വന്നിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുണ്ട്. അതൊരു മെറ്റൽ ഫിനിഷ് തന്നെയാണ്. പിന്നെ ഇവിടെ ടെയിൽ ലാമ്പ് ഉണ്ട്. അതൊക്കെ ഒരു വട്ടത്തിൽ ഒരു ക്ലാസിക് റെട്രോ സ്റ്റൈലിൽ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നതും ആ ഒരു സ്റ്റൈൽ തന്നെയാണ്, ക്ലാസിക് സ്റ്റൈൽ തന്നെയാണ്. പുറകിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു വലിയൊരു ക്രൂസർ ബൈക്കിൻ്റെ ഒരു ഫീൽ തന്നെയാണ് തരുന്നത്. ഫ്രണ്ടിൽ തരുന്നതിനായിട്ടും കൂടുതൽ കനവും വെയിറ്റും അതുപോലെ തന്നെ ആ ഒരു എലഗൻസിയും പുറകിലിരിക്കുമ്പോൾ നമുക്ക് പുറകിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് റൈഡർക്ക് പ്രത്യേക കംഫർട്ട് കൊടുക്കാനുള്ള ആ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു സീറ്റും അതുപോലെ തന്നെ ബാക്കിലെ 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാമെന്ന രീതിയിൽ ഈ ഒരു ഫുൾ വേരിയൻറ്റിൽ ബാക്ക് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോങ് റൈഡൊക്കെ പോകാൻ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പവർ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ബെനലിയുടെ ഇമ്പീരിയാലും അതുപോലെ തന്നെ ജാവയുടെ ബൈക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും കുറഞ്ഞ പവർ കുറവാണെങ്കിലും ഈ ഒരു റൈഡബിലിറ്റി ആവില്ല തരുന്നത്. കാരണം വെച്ചാൽ നമുക്കറിയാം റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖം ശരിക്കും റോയൽ എൻഫീൽഡിൻ്റെ വാഹനം ഓടിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. വേറെ ഒരു വണ്ടി ഓടിക്കുമ്പോഴും അതിൻ്റെ ഒരു ഫീല് കിട്ടില്ല. 190 കിലോ ഭാരം വരുന്ന ഈ വാഹനം നമുക്ക് കാണുമ്പോൾ വലിയൊരു വണ്ടി പോലെ തോന്നുമെങ്കിലും 765 mm ഇതിൻ്റെ സീറ്റ് ഹൈറ്റേ ഉള്ളൂ. എഞ്ചിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ബ്ലാക്കാണ്. അതിലിടക്കിടക്ക് അവിടെ ഇവിടെയായിട്ട് ക്രോമിയം ടച്ചുമുണ്ട്. ശരിക്കും അതൊരു പ്രീമിയം ഫീൽ തന്നെ തരുന്നുണ്ട്. 349 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 20 bhp പവറാണ് 6100 RPM തരുന്നത്. 27 Nm ആണ് ടോർക്ക്. അത് 4000 RPM തരുന്നത്. ഈ വാഹനത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു പുതിയ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ഇൻ്റർനാഷണൽ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും എഞ്ചിൻ്റെ അകത്ത് ഇവർ മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഈ സീരീസിൽ വരുന്ന വണ്ടികൾക്കൊക്കെ പുഷ് റോഡ് വാൾവ് ആക്ടിവേഷൻ സിസ്റ്റം എന്നുള്ളൊരു സിസ്റ്റമായിരുന്നു എഞ്ചിൻ്റെ അകത്തുണ്ടായിരുന്നത്. അതിപ്പോൾ അവർ മാറ്റി സിംഗിൾ ഓവർഹെഡ് ക്രാങ്ക് ഷാഫ്റ്റ് എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ ഈ എഞ്ചിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് എഞ്ചിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ഏരിയ കുറച്ച് കൂടും. അതുപോലെ തന്നെ എഞ്ചിൻ്റെ പവറും ഔട്ട്പുട്ടും അതിൻ്റെ ഒരു പ്രവൃത്തി ക്ഷമത കുറച്ച് കൂടും. അതുപോലെ തന്നെ വൈബ്രേഷൻ കുറയും. ഫ്രണ്ടിൽ വരുന്ന ടയർ 100/90 19 ഇഞ്ചിൻ്റെ ടയറാണ്. അതിൽ ടെലസ്കോപ്പിക് ഫോർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ആണെങ്കിൽ ഫ്രണ്ടിൽ 300 mm ഡിസ്ക് ബ്രേക്കാണ്. ഇനി പുറകിലെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സാരി ഗാർഡ് കാണാം. ഇന്ത്യയിൽ നിർബന്ധമായിട്ടുള്ള സാരി ഗാർഡ് സിസ്റ്റം. ടയർ നോക്കുകയാണെങ്കിൽ 140/70 17 ഇഞ്ചിൻ്റെ ടയറാണ്. അതിൽ ട്വിൻ ഷോക്ക് അബ്സോർവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഡിസ്ക് ബ്രേക്ക് വരുന്നത് 270 mm ഡിസ്ക് ബ്രേക്കുമാണ് വരുന്നത്. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഇത് പൊതുവേ ബാക്കിയുള്ള വണ്ടിയിൽ കാണാത്തൊരു പ്രത്യേക സാധനം. ഇത് നോർമലായിട്ട് ഇത് ടൈമായിരിക്കും കാണുക. അല്ലാത്ത ടൈമിൽ ഇതൊരു കളർ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. അതായത് നമുക്കിതിൽ നാവിഗേഷൻ സിസ്റ്റമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വഴിയും അതുപോലെ തന്നെ റൂട്ടൊക്കെ കാണാൻ കഴിയും. പിന്നെ റൗണ്ടായിട്ടുള്ള കുറച്ച് ഇവിടെ ക്രോമിയം ഫിനിഷിങ് കൊടുത്തിരിക്കുന്ന ഒരു സ്പീഡോമീറ്ററും അതിൻ്റെ സ്പീഡോമീറ്ററിൽ ഇവിടെ അനലോഗാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് കണക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പിന്നെ ഹാൻഡിലാണെങ്കിൽ നല്ല വൈഡായിട്ടുള്ള ഒരു ഹാൻഡിലാണ്. നമുക്ക് ലോങ് റൈഡൊക്കെ പോകാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ അവിടെ കുറച്ച് യൂട്ടേണൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സിറ്റി റൈഡിനും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്കിത് കൊണ്ടുനടക്കാൻ കഴിയും. ഹാൻഡിൽ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഡിസൈനിലാണ് ഇവർ ഇഗ്നിഷൻ ഓൺ ഓഫ് അതുപോലെ തന്നെ എൻജിൻ കിൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ശരിക്കും എനിക്ക് ഒറ്റയ്ക്ക് കണ്ടപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ സൂചിയൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിൻ്റെ താഴെ ഇവിടെ ഹസാർഡിൻ്റെ ബട്ടണുണ്ട്.
ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഓഫ് ഓണും അതുപോലെ തന്നെ ഡിമ്മും ബ്രൈറ്റ് അതുപോലെ തന്നെ പാസിൻ്റെയും ബട്ടൺ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രത്യേക ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഇൻഡിക്കേറ്റർ പിന്നെ ഹോൺ, വേറെ പ്രത്യേകിച്ച് ബട്ടൺസ് ഒന്നും എക്സ്ട്രാ ഇല്ല. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം. ഇനി നമുക്ക് മെറ്റിയോർ 350 ഒന്ന് ഓടിച്ചു നോക്കാം. വിശാലമായിട്ട് കൈയൊക്കെ നീണ്ടു നിവർന്ന് വച്ച് ഇരിക്കാം. കാല് കുറച്ച് ഫ്രണ്ടോട്ടാണ്, ബ്രേക്കും അതുപോലെ തന്നെ ഗിയറിൻ്റെ ലിവറും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓടിക്കുന്ന ആളുകൾക്ക് അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരേണ്ടതുണ്ട്. കാരണം ക്രൂയിസർ ബൈക്കിന് എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. പണ്ടത്തെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളെ പോലെയല്ല. ഇനീഷ്യലി നമ്മൾ ആക്സിലേറ്റർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു റെസ്പോൺസ് തരുന്നുണ്ട്. ഇതിപ്പോൾ പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറം ഏരിയയാണ്. ക്ലച്ച് കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ലോങ് റൈഡിനോ അല്ലെങ്കിൽ സ്ട്രീറ്റ് റൂട്ട്സിനോ വലിയ കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ട്രാഫിക്കിലൂടെയൊക്കെ ബുദ്ധിമുട്ട് തോന്നാം. പക്ഷെ എന്നാലും ഇത് വലിയ ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ ഗിയറിൻ്റെ ആ ഒരു ഷിഫ്റ്റാണ്. അതായത് പണ്ടത്തെ നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകളിലൊക്കെ ഒരു നമ്മുടെ പഴയ ബസ്സിൻ്റെ ഒക്കെ ഡബിൾ ക്ലച്ച് പോലെയായിരുന്നു. കാരണം അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഗിയറിൽ തമ്മിൽ. ഇപ്പോൾ ഈ ഒരു വാഹനം വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇത് റോയൽ എൻഫീൽഡാന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും നല്ല രീതിയിൽ ആ ഒരു ഷിഫ്റ്റുകൾ സ്മൂത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ടാണ്. നമുക്ക് സാധാരണ സ്ട്രീറ്റ് ബൈക്കിലൊക്കെ ടക്ക് 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 എന്ന് പറഞ്ഞ ഗിയർ മാറ്റി പോകാവുന്ന രീതിയിലുള്ള ഗിയർ ലിവറാണ് പുതിയത്. പിന്നെ അതുപോലെ തന്നെ പഴയ വാഹനങ്ങളിൽ ഉള്ളതുപോലെ ഇനീഷ്യലി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ ഇപ്പോൾ തീരെയില്ല. നമുക്കിനി യൂ ടേൺ എടുക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ അനായാസമായിട്ട് യൂ ടേൺ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യലി ഉള്ള ആ ഒരു RPM കയറുമ്പോൾ ഉള്ള ആ ഒരു വൈബ്രേഷൻ ഇല്ല. പക്ഷേ ഒരു 100 കിലോമീറ്റർ സ്പീഡിൻ്റെ ആ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ താഴെ കാലിൻ്റെ ആ ഒരു ഫുട് റെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. പക്ഷെ അത് നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഈ വാഹനത്തിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു നമുക്ക് ഓടിച്ചു പോകാവുന്ന ഒരു ടോപ്പ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 80 ആ ഒരു റേഞ്ചാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫുട് റെസ്റ്റിൻ്റെ അവിടെ ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാനേ സാധ്യതയില്ല. ഈ വണ്ടിയുടെ ഭാരത്തിനനുസരിച്ചുള്ള സ്റ്റിഫായിട്ടുള്ള ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഇത്രയും വലിയ വണ്ടിയുമായി ഓടിച്ചു പോയി വലിയൊരു കുഴിയിലൊക്കെ ചാടിയാലും അതൊരു ഒട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ ഒരു ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ, വെൽക്കം ടു ABC മോട്ടോഴ്സ് പെരിന്തൽമണ്ണ. റോയൽ എൻഫീൽഡ് പുതിയ ഇറക്കിയ ഒരു മോഡലാണ് മെറ്റിയോർ 350. മെറ്റിയോർ 350 നമുക്ക് 3 വേരിയൻസിൽ വരുന്നുണ്ട്: ഫയർബോൾ, സ്റ്റെല്ലാർ ആൻഡ് സൂപ്പർനോവ. ഫയർബോളിൽ നമുക്ക് മെയിൻലി 2 കളേഴ്സാണ് വരുന്നത്. ഒന്ന് ഫയർബോൾ റെഡും ഫയർബോൾ യെല്ലോയും. പിന്നെ സ്റ്റെല്ലാറിൽ നമുക്ക് വരുന്ന 3 കളേഴ്സാണ് വരുന്നത്: ബ്ലാക്കും ബ്ലൂവും റെഡും. സൂപ്പർനോവയിൽ നമുക്ക് 2 കളറാണ് വരുന്നത്. അതിൽ ബ്ലൂവും പിന്നെ ഒരു ചോക്ലേറ്റ് കളറും. ഇനി നമുക്ക് എക്സ് ഷോറൂം പ്രൈസിലോട്ട് കടക്കുകയാണെങ്കിൽ മെറ്റിയോർ ഫയർബോളിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരിക 1,77,123 ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഫയർബോളിൻ്റെ. പിന്നെ സ്റ്റെല്ലാർഡ് വരികയാണെങ്കിൽ 1,82,677 റുപ്പീസാണ് വരുന്നത്. പിന്നെ സൂപ്പർനോവേൻ്റെ വരികയാണെങ്കിൽ 1,91,929 റുപ്പീസാണ് വരുന്നത്. സാധാരണ നമ്മൾ റോയൽ എൻഫീൽഡ് ബുക്കിംഗ് പീരീഡ് പറയുന്ന മെറ്റിയോറിന് 2 months ആണ് നമുക്ക് ബുക്കിംഗ് പീരീഡ് വരിക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ സലാം.